എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ കരിമങ്ങൽ, അതുപോലെ ചില ആൾക്കാർക്ക് കഴുത്തിൽ കറുത്ത കളറിൽ കറുത്ത പാടുകൾ പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ചില ആൾക്കാർക്ക് ഇത് കാണാറുള്ളത്. അപ്പം അതെന്ത് ഇതുകൊണ്ടാവാം കറുത്ത പാടുകൾ ഉണ്ടാകുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും നമുക്ക് ഇത് മാറ്റാനായിട്ട് വീട്ടിൽ തന്നെ നന്നായിട്ട് അതിൻ്റെ കറുത്ത പാടുകൾ മാറ്റാനായിട്ട് വീട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് നമുക്ക് ഈ കറുത്ത പാടുകൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അല്ലെ. ഒന്ന്, കൂടുതലായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ, എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുന്നവർ, സൺ എക്സ്പോഷർ കൂടുതലാണെങ്കിൽ ചില ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തൈറോയിഡ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും, അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ മെനോപാസ് ആകുന്ന ആർത്തവ സമയത്ത്, വിരാമ സമയത്ത് കറുത്ത പാടുകൾ, മുഖത്ത് കറുത്ത പാടുകൾ പോലെ തന്നെ നമുക്ക് മൂക്കിലുണ്ട് കറുത്ത പാട്, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചില ആഹാര സാധനങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു ദിവസം നമ്മളൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സുകൾ, പ്രത്യേകിച്ച് പപ്പായ, പേരയ്ക്ക, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ നമ്മുടെ വെജിറ്റബിളിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, നമ്മുടെ സാലഡ്, വെള്ളരി, കുക്കുമ്പറുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേറ്റ് ആകാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ ഒക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഒന്ന്, നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ട് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഒരു 2 ക്യാരറ്റ്, വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ ഒരു 3 ക്യാരറ്റ് എടുക്കുക. അതിന് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1 കപ്പ് വെളിച്ചെണ്ണ, ഒരു വലിയ കപ്പിൽ 1 കപ്പ് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഈ ക്യാരറ്റും വെളിച്ചെണ്ണയും കൂടി നമ്മൾ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ക്യാരറ്റിന്റെ മുഴുവൻ നമ്മുടെ ഈ എണ്ണയിലോട്ട് വീണതിന് ശേഷം അതിന്റെ എസൻസ് മുഴുവൻ നമുക്ക് ആ എണ്ണയുടെ കളർ തന്നെ മാറുന്നതാണ്. അപ്പോൾ അതെടുത്ത് തണുത്തതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വെക്കുക. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഫേസിൽ അപ്ലൈ ചെയ്യുക. ചെയ്തൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫേസ് വാഷോ എന്തെങ്കിലും വെച്ച് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഫേസിൽ. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് കറക്റ്റ് 1 മാസമെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് കൂടുതലായിട്ട് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് വളരെ, നോർമൽ സ്കിന്നുള്ളവർക്കും ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനം അല്ലെങ്കിൽ സാൻഡൽവുഡ് എന്ന് പറയും. ചന്ദനം പൗഡറായിട്ട് അത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ കിട്ടുന്നതാണ്. അത് നമ്മൾ വാങ്ങിച്ച് പൗഡർ ഒരു 3-4 സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാല് കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് നല്ല രീതിയിൽ മസാജിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെയ്ത് നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെയാണ് മഞ്ചിഷ്ടാദി പൗഡർ എന്ന് പറയും. അത് നമുക്കിതുപോലെ ആമസോണിലും അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ തൈര് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും ഫേസ് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് നല്ല ഡ്രൈ ആയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടി മധുരം അല്ലെങ്കിൽ ലിക്വറൈസ് പൗഡർ എന്ന് പറയും ആയുർവേദത്തിൽ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ആമസോണിലോ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതും നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കൂടെ പാല് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ ജെല്ല് അപ്ലൈ ചെയ്ത് ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 1 മാസമൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുത്ത മങ്ങൽ തീർച്ചയായിട്ടും മാറുന്നതാണ്. പിന്നെ അതുപോലെ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും വീട്ടിനകത്താണെങ്കിലും അതുപോലെ പുറത്തു പോകുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സ്കിന്നിന് ഏത് സ്ക്രീനാണോ പറ്റുന്നത് അത് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുക. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ശേഷം മാത്രമേ പ്രത്യേകിച്ചും പുറത്ത് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സൺ എക്സ്പോഷർ കിട്ടുന്നതനുസരിച്ച് നമുക്ക് കറുത്ത പാടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ആഹാര രീതികളും അതുപോലെ ധാരാളം വെള്ളവും കുടിക്കുക, ഇങ്ങനെയുള്ള കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഫേസ് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ യോഗ, ഇതൊക്കെ നമുക്ക് സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.